ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളതൊരു ഓണം സ്പെഷ്യൽ കിച്ചടി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം വിഷസ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടിയും തൈരും വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കിച്ചടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ ശരീരത്തിന് വളരെ നല്ലതായിട്ടുള്ളൊരു കിച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി നല്ല ഭംഗിയായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കനം കുറച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നാരൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നാര് കളയുന്നത് എങ്ങനെയാണെന്നുള്ളത് മുന്നേ വാഴപ്പിണ്ടിയുടെ ഒരു തോരൻ ചെയ്ത് വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. കൂടാതെ കാർട്ടിലും ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ വാഴപ്പിണ്ടി അരിഞ്ഞെടുക്കുന്നത് ഇവിടെ ചോപ്പർ ഉപയോഗിച്ചിട്ടാണ്. ഈ ചോപ്പർ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നല്ല ഹെൽപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഞാൻ അതും കാർട്ടിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ അതും ഇട്ടേക്കാം. ഓക്കെ, ഇത് കണ്ടില്ലേ, ചോപ്പറിൽ നല്ല കുഞ്ഞായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേ കത്തി കൊണ്ടാണെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുഴുവനായിട്ട്. നമുക്ക് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ജസ്റ്റ് ഒന്ന് വാഴപ്പിണ്ടിയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കണം, അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതിയാവും. ഒരുപാട് സമയമൊന്നും വേണ്ട അത് വേവാനായിട്ട്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 5-8 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതെല്ലാം കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരയ്ക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇതപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വേവാൻ അധികം സമയമൊന്നുമില്ല. അത് അരപ്പും റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും. അപ്പോൾ നമുക്കിനി ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമ്മളിനി തൈരും കൂടെ ചേർക്കാനുള്ളതല്ലേ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിളച്ച് ആ പച്ചച്ചൊവ്വയൊക്കെ ഒന്ന് പോയാൽ മതി തേങ്ങയുടെ. അത് കഴിയുമ്പോൾ നമുക്ക് അതുപോലെ തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് തൈരാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തൈര് കൂടുതലോ കുറവോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. സ്വല്പം പുളിയുള്ള തൈരാണ് എപ്പോഴും കിച്ചടിക്ക് നല്ലത്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഫൈനലായിട്ട് കടുക് വറുത്തിടേ വേണ്ടുള്ളൂ. അപ്പോൾ കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി എണ്ണയിൽ വറുത്തിട്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള വാഴപ്പിണ്ടി കിച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.